ഇന്നലെ വരെ എ ഐ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മൈൻഡിൽ വരുന്നത് ചാറ്റ് ജി പി ടി, ജെമിനി, അതായത് ടൈപ്പ് ചെയ്ത റിപ്ലൈ തരുന്ന എന്തെങ്കിലും ഒരു ടൂള്, അല്ലെങ്കിൽ ഫോട്ടോ ജനറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വീഡിയോ ജനറേറ്റ് ചെയ്തിരുന്ന ഒരു ചെറിയൊരു സിസ്റ്റം അല്ലേ. പക്ഷേ ഇത് എ ഐയുടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ് എന്നുള്ളതാണ്. നമ്മൾ നോർമലി ഒരു എ ഐ ടൂളിനോട് ഒരു ഇമെയിലിന് വേണ്ട കണ്ടന്റ് ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി കണ്ടന്റ് ഉണ്ടാക്കി തരും അല്ലേ. അതോടെ അതിൻ്റെ ഒരു വർക്ക് തീർന്നു. എന്നാൽ ഒരു ഏജന്റിക് എ ഐനോടാണ് നമ്മൾ ഇത് പറയുന്നത് എങ്കിൽ അത് ആവശ്യമായിട്ടുള്ള അടിപൊളി ഇമെയിൽ കണ്ടന്റ് ഉണ്ടാക്കി തരും. അതാർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അയാൾക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കും. ഏതെങ്കിലും ഫയൽസ് അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കും അല്ലേ. ഇനി അതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഗൂഗിൾ കലണ്ടറിൽ അതെന്ത് മീറ്റിംഗ് സെറ്റ് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ഒരു ഹ്യൂമൻ ചെയ്യേണ്ട കംപ്ലീറ്റ് വർക്കും ഇത് ഒറ്റയ്ക്ക് ചെയ്തു തരും എന്നുള്ളതാണ്. അപ്പോൾ നോർമലി ഒരു എ ഐ, സാധാരണ ഒരു എ ഐ ടൂൾ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു ആവശ്യമാണ് നിറവേറ്റി കൊടുക്കുന്നത് എങ്കിൽ ഒരു ഏജന്റിക് എ ഐ ചെയ്തു കൊടുക്കുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ ടാസ്ക് ഷെഡ്യൂൾ ചെയ്യാൻ, റിപ്പോർട്ട് സമർപ്പിക്കാൻ, അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള ഏതൊരു കാര്യത്തെയും ഒരു ബിസിനസ്സിനെ ടോട്ടലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഫ്യൂച്ചർ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്. നോർമലി ഉള്ള എ ഐ നമ്മുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും ഒരു സഹായകമാകുന്നുണ്ട് എങ്കിൽ ഏജന്റിക് എ ഐ ആക്ച്വലി നമ്മുടെ ആക്ഷനെയാണ് വേഗത കൂട്ടുന്നത്.